ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എൻ്റെ മോനാണ്. അവർക്ക് ഇന്ന് സ്കൂളിൽ പഠനയാത്ര ഉണ്ട്. അപ്പോൾ 8 മണിക്കാണ് ചെല്ലാൻ പറഞ്ഞത്. അപ്പോൾ ടൈമായി കയറിയപ്പോൾ സൈക്കിളുമ്പോൾ ചുറ്റി കറങ്ങാണ്. ഇപ്പോൾ പോവാണെന്ന് പറയും പോവാണ്. നമുക്കിന്ന് കറിക്ക് കിട്ടിയ സാധനങ്ങളുണ്ടോ? ചെറിയ മാന്തൽ, ഞണ്ട്, ചാളമത്തി ഇതൊക്കെയാണ് ഇന്ന് കിട്ടിയത്. അതൊക്കെ ഞാൻ വെട്ടി ക്ലീനാക്കി വെച്ചേക്കാണ്. ഞാൻ ഇന്നിവിടെ മാന്തളും കഴുകി. നന്ന ചെറുതാണ് മാന്തൽ. പിന്നെ ഞണ്ടിൻ്റെ ഫ്രൈ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അത് ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് കാട്ടിത്തരാം. 1.5 തക്കാളി, 10-20 ചെറിയ ഉള്ളിയാണ് കേട്ടോ. പിന്നെ 2 പച്ചമുളക്, 3-4 അല്ലി വെളുത്തുള്ളി, ഇതൊക്കെയാണ് അവിടെ ഉള്ളത്. ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചേക്കാണ്. ചട്ടി നല്ല ചൂടായി വന്നതിന് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ട് ഞാൻ അതിലേക്ക് 2 നുള്ളി കടുക് ഇട്ടു കേട്ടോ. അധികമൊന്നും ഇട്ടില്ല, കുറച്ചിട്ടിട്ടുള്ളൂ. കടുക് പൊട്ടി വന്നപ്പോൾ എൻ്റെ കയ്യിലുള്ള നെല്ലിനനുസരിച്ച് കേട്ടോ ഞാൻ ഇത് ഉണ്ടാക്കണേ. അപ്പോൾ അതിലേക്ക് ഞാൻ ചുവന്നുള്ളി ഇട്ടിന്. ചുവന്നുള്ളി നന്നായിട്ട് വാടി വന്നപ്പോൾ ഞാൻ അരിഞ്ഞ പച്ചമുളകും തക്കാളി ഇടുകയാണ്. അടുപ്പ് നല്ല സ്ട്രോങ് ആണ്, തീ നല്ല സ്ട്രോങ് ആയിട്ട് എളുപ്പത്തിൽ ചെയ്യാം കേട്ടോ. ചതച്ച് വെച്ച വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് നന്നായി എല്ലാം നന്നായിട്ട് വാടിയപ്പോൾ ഇതാണ് കേട്ടോ. അതിലേക്ക് തക്കാളി ഉള്ളിയൊക്കെ കൂടി ഒന്ന് മിക്സഡ് ആക്കുകയാണ്. നേരെ ഇത് മൂടി വന്നു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് പിന്നെ മസാല ചേർക്കുകയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അതാണ് മുളക് പൊടി കുറച്ചത് കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ മീൻ മസാലയും ചേർക്കുന്നുണ്ട്. ഞാൻ പെട്ടത് പെരിഞ്ജീരകം കുത്തിയിട്ടാണ് കേട്ടോ. വലിയ ജീരകല്ലേ, അതാണ് കുത്തിയിട്ട്. വീഡിയോ കുറച്ച് സ്പീഡാണ്, അതാണ് വോയിസ് സ്പീഡാക്കിയത് കേട്ടോ. യോജിപ്പിച്ച് അത് തുറന്ന് തന്നെയാണ് വെച്ചത്. കാരണം അടുപ്പ് നല്ല സ്റ്റോങ് കൂടെ അടി കരിയേണ്ട വെച്ചിട്ട്. അപ്പം നെണ്ടെന്ന് വെള്ളം ഊറി വരുമ്പോൾ ഞാൻ കുറച്ച് വെള്ളം വെക്കണം. അധികം വെച്ചിട്ടില്ല, ഫ്രൈ ആയതുകൊണ്ട് കുറച്ചേ വെച്ചിട്ടുള്ളൂ. കാരണം ഇനി നെണ്ടെന്ന് തന്നെ വരും വെള്ളം. ഞാനിപ്പോൾ ഇത്രയും വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾക്ക് കാണാം. അപ്പോൾ അതിലേക്കുള്ള ഉപ്പാണ് ഞാൻ ഇടുന്നത്. ഇട്ടതിന് ശേഷം ഞാൻ പാത്രം അഴിച്ച് വെച്ചിട്ടോ കുറച്ച് തിളക്കിട്ടോ. നിങ്ങൾക്ക് കാണാം, അതിൽ വരുന്ന വെള്ളം കാണണ്ടേ. ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ട് കണ്ടോ, അതിന് വെള്ളം ഊറി വരും. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ഇതിലേക്ക് ഇടുകയാണ്. വീഡിയോ കാണുമ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ആദ്യം പറഞ്ഞ് വെറുപ്പിക്കേണ്ട വെച്ചിട്ടാണ് ഞാൻ വീഡിയോൻ്റെ നടുക്ക് തന്നെ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പില്ല, അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടതിലേക്ക്. പിന്നെ ഇത് വറ്റിച്ചെടുക്കാനാണ്. നല്ല വെള്ളം വരുന്നുണ്ട് കറിയിൽ കണ്ടോ. ഏകദേശം വെള്ളം വറ്റിയെന്ന് കണ്ടപ്പോൾ ഞാൻ ഇറക്കി വെച്ച നല്ല സ്ട്രോങ്ങുള്ള അടുപ്പായതുകൊണ്ട് ഞാൻ കരിഞ്ഞു പോകും കണ്ടോ. വെള്ളമൊക്കെ നന്നായി വറ്റി നല്ല ഫ്രൈ മോഡലായി. അതിനുണ്ടായ മാന്തൽ, ചെറിയ കുഞ്ഞു കുഞ്ഞു മാന്തൽ, അത് കറി വെക്കാൻ ഞാൻ പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല. സാധാ നമ്മൾ മുളക് കറി വെക്കണതിൽ ഉപ്പ്, മുളക്, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, പുളിവെള്ളം ഇതൊക്കെ തന്നെ ഇട്ട് അപ്പം നന്നായി തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഞാൻ മാന്തൽ ഇടുകയാണ്. ചെറിയ കുഞ്ഞു കുഞ്ഞു മാന്തൽ, ഇളക്കാൻ വരെ പേടി. പൊതുവേ മാന്തൽ കറി വെക്കുമ്പോൾ ഇളക്കി കൊടുക്കരുത്, എന്നാൽ പൊടിഞ്ഞു പോകുന്ന പറയും. മാന്തക്കറി ഇവിടെ ശരിയായി കിട്ടിയാണ്. അതിലേക്ക് ഞാൻ കറിവേപ്പിൻ്റെ എല്ലാം ഇടുകയാണ്. കറി ഞാൻ ഇറക്കി വെക്കാൻ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ചെറിയൊരു താളിപ്പ് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒരു വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ചെറിയുള്ളി അരിഞ്ഞ് വെച്ചാണ് ഇതിലേക്ക് ഇടുകയാണ്. 2-3 കറിവേപ്പിൻ്റെ ഇല ഇട്ടു. കൂടുതലൊന്നുമില്ല, കുറച്ച്. കൂടുതലിടുമ്പോൾ കഴിക്കും, ഇതായി ടേസ്റ്റ് ആയിരിക്കും. കാരണം മാന്തളിൻ്റെ അത്ര ഇറച്ചിയില്ലല്ലോ, അതുകൊണ്ടാണ്. ഇതിപ്പോൾ ഞാൻ ആ പാത്രത്തിൽ കാണിച്ചു തന്നില്ലേനോ ചാള, അത് ഞാൻ പൊരിക്കാൻ വേണ്ടി മുളക് വെച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ താളിപ്പ് ഞാൻ ഇതിലേക്ക് ചേർക്കണേ. ഇനിയിപ്പോൾ ആ ചാള പൊരിച്ചെടുക്കുകയാണ്. ഓയിൽ ഒഴിച്ചാണ് ഞാൻ ചീനച്ചട്ടിയിൽ. കറിവേപ്പിൻ്റെ ഇല മാത്രമേ ഇട്ടിട്ടുള്ളൂ. പൊരിക്കുമ്പോൾ ഞാൻ ചുവന്നുള്ളി ചേർക്കലില്ല, ഞാൻ വെളുത്തുള്ളിയാണ് ചേർത്തത്. വേഗം പൊരിച്ചെടുക്കാൻ കേട്ടോ. ഗ്യാസ് ആകുമ്പോൾ പെട്ടെന്ന് സ്പീഡ് കുറച്ചും കൂട്ടിയും എന്തെങ്കിലും ഒന്ന് ഓഫ് ചെയ്തൊക്കെ നമുക്ക് പണിയെടുക്കാമല്ലോ. അപ്പോൾ ഇവിടെ എല്ലാം ശരിയായിക്കണ്.
കുളിച്ച് വന്ന് ചോറുന്നുള്ള തിരക്കിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം പറഞ്ഞത് മറക്കില്ല, എല്ലാവരും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം.